രാജ്യത്ത് നോട്ട് വൃത്തിയാക്കൽ പരിപാടി നടക്കുമ്പോൾ കേരളത്തിലെ സഹകരണ ബാങ്കുകളും വൃത്തിയാക്കണമെന്നാണ് കുമ്മനം കണ്ടെത്തി മൊഴിഞ്ഞിരുന്നത്. 2 കണ്ടെയ്നറുകളിൽ കേരളത്തിലേക്ക് ഒഴുകിയ നോട്ടുകൾ മൊത്തമായി സഹകരണ ബാങ്കുകൾ വഴിയാണ് ക്രയവിക്രയം നടത്തിയതെന്നായിരുന്നു ആരോപണം. ഒരു തരത്തിൽ കുമ്മനം ഇടതുപാളയത്തെ മൊത്തം മുൾമുന്നിൽ നിർത്തി. അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ കേൾക്കാം. ഈ പണം ഇന്ന് വ്യാപകമായി ആരോപണ വിധേയമായിട്ടുള്ള കള്ളപ്പണങ്ങൾ സഹകരണ ബാങ്കുകൾ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന ആരോപണം നിലനിൽക്കുമ്പോൾ കേരളത്തിലെ പാവപ്പെട്ടവരുടെ പണത്തിന് വിലയില്ലാതായി പോയതിൻ്റെ കാരണം ഇത്തരത്തിൽ സമാന്തരമായി സമ്പദ്ഘടന കെട്ടിപ്പൊക്കിയ വളർത്തിക്കൊണ്ടുവന്ന ഇതുപോലുള്ള കള്ളനോട്ടടിക്കാരും കള്ളപ്പണക്കാരും മാത്രമാണ്, അവരുടെ സാമ്രാജ്യമാണ് അതിന് കാരണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിലെ സഹകരണ ബാങ്കുകൾക്ക് മാത്രമായി ഒരു പ്രത്യേകമായ പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ല. CPM നേതൃത്വത്തിൽ ധാരാളം സഹകരണ ബാങ്കുകളുണ്ട്. ഇത് സംബന്ധിച്ച് വ്യക്തമായി കാര്യങ്ങൾ പുറത്തു വരണമെന്നുണ്ടെങ്കിൽ റിസർവ് ബാങ്ക് നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള ബാങ്ക് ഇടപാടുകൾ നടത്താൻ സഹകരണ സംഘങ്ങൾ തയ്യാറാവണം. അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. അങ്ങനെ തയ്യാറായാൽ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാൻ പറ്റും. എന്തുകൊണ്ടാണ് സഹകരണ സംഘങ്ങൾ ആ കാര്യത്തിൽ നിസ്സഹകരിക്കുന്നത്? ഒരു 1.5 ലക്ഷം ആളുകൾ മാത്രമാണ് അവരുടെ സോഴ്സ് വെളിപ്പെടുത്താതെ ആ അക്കൗണ്ടുകൾ ഇന്ന് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വക കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണ വിധേയമാക്കണം. ഈ ആരോപണം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതേക്കുറിച്ച് അന്വേഷിക്കണം. ചെറുപ്രായത്തിൽ കൗവീനത്തിൽ മുള്ളിട്ടില്ലേ, അതിപ്പോൾ ഇവിടെ വെച്ച അണ്ടർവെയറിൽ ഞാൻ ജയിക്കും. ഒരുപാട് മുൾമുന്നിൽ നിന്നതല്ലേ. ഈ കേട്ടതിനൊക്കെ മറുപടി അനിവാര്യമാണ്. എന്നാലല്ലേ അതിന് ഒരു എരിവും പുളിയും ഒക്കെ ഉണ്ടാവും. VS-നേക്കാളും കോടിയേരിയേക്കാളും അതിന് നല്ലത് പിണറായി സഖാവാണ്. സംഗതി മുഖ്യമന്ത്രിയൊക്കെ ആണെങ്കിലും പഴയ പാർട്ടി സെക്രട്ടറിയുടെ അസ്ഥിത ഇപ്പോഴും ആ ശരീരം വിട്ടുപോയിട്ടില്ല എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ശ്രീ കുമ്മനം, താങ്കൾക്ക് തുടരാം. ഇന്ന് വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഈ പുതിയ സാമ്പത്തിക പരിഷ്കരണ ശ്രമങ്ങൾ കേരളത്തിൽ മാത്രം പരാജയപ്പെടുത്താൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് വിവരമില്ലാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് വിവരമില്ല എന്ന് ഞാൻ പറയുന്നത്? കേരളത്തിലെ സഹകരണ മേഖലയാണ്, കേരളത്തിലെ ക്രെഡിറ്റ് മേഖലയാണ് ഇതുപോലെ ശക്തമായിട്ടുള്ളത്. നിങ്ങൾ മറ്റൊരു സംസ്ഥാനത്തിലും ഇതുപോലെ നിക്ഷേപം ശേഖരിച്ചൊരു മേഖലയെ കാണാൻ കഴിയില്ല. അത് കള്ളപ്പണമാണ് എന്ന് ധരിച്ചുകൊണ്ട് പറയുന്നതാണ് BJPയുടെ നേതാക്കന്മാർ. അത് കള്ളപ്പണമല്ല, സാധാരണഗതിയിലുള്ള പണമാണ്. കള്ളപ്പണം ഉണ്ടെങ്കിൽ ആ കള്ളപ്പണത്തിനെതിരെയുള്ള നടപടികൾ എപ്പോൾ സ്വീകരിക്കാമല്ലോ, അതിനാർക്ക് തടസ്സം? നമ്മൾ സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അത്തരമൊരു കാര്യം പറഞ്ഞത്. സഹകരണ മേഖലയ്ക്ക് അത് കൂടുതൽ ശക്തി പകരുകയാണ് ചെയ്യുക. പക്ഷേ ഇപ്പോൾ കിട്ടിയ അവസരം ഉപയോഗിച്ച് സഹകരണ മേഖലയെ നിഷ്കാസനം പൂർണ്ണമായും തകർക്കാനുള്ള ഒരു നീക്കമാണ് വന്നിട്ടുള്ളത്. അതിന് നല്ലതുപോലെ എരി പകരാനുള്ളൊരു നടപടി BJP സ്വീകരിക്കുമ്പോൾ അതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചന ഇല്ലേ എന്നാണ് സംശയിക്കുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെട്ടു എന്നത് അത് ആഡംബരവും ധൂർത്തുമായിട്ട് എങ്ങനെയാണ് കാണാൻ പറ്റുക? നിങ്ങൾ മര്യാദയ്ക്ക് വസ്ത്രം ധരിക്കുന്നു, പിന്നെ സാധാരണ നിരക്ക് ഒരു ന്യായമായൊരു ഭക്ഷണം കഴിക്കാൻ താല്പര്യപ്പെടുന്നു. കാരണം അധ്വാനിച്ച് ഉണ്ടാക്കുന്ന കാശിൻ്റെ ഭാഗമായിട്ടല്ലേ. ആ ഉള്ളതിനെ കൊണ്ട് മര്യാദയ്ക്ക് ജീവിക്കുകയല്ലേ. ആ നേരാൻ വണ്ണം ജീവിക്കുന്നത് ധൂർത്തായിട്ട് കണക്കാക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ധൂർത്തുള്ള സംസ്ഥാനമാണോ നമ്മുടെ നാട്ടുകാരാകെ ധൂർത്തന്മാരാണോ? അതെല്ലാം BJPക്ക് മാത്രം പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അവർക്ക് മാത്രമേ അത്തരം ആക്ഷേപങ്ങൾ ജനങ്ങളുടെ മേലെ ചൊരിയാൻ പറ്റൂ. ഞങ്ങളതൊന്നും അംഗീകരിക്കുന്നില്ല. ഇത് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് ആ ബാങ്കുകളെ തകർക്കാനുള്ള ഉദ്ദേശം വെച്ചുകൊണ്ടാണ്. ഈ പറയുന്ന സഹകരണ ബാങ്കിലെ ഇടപാടുകാർ പൊതുവിൽ അതത് പ്രദേശത്തുള്ളവരും നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നവരും ഒരു കള്ളപ്പണത്തിൻ്റെ വക്താക്കളല്ലാത്തവരുമായിട്ടുള്ളവരാണ്. ഇനി കള്ളപ്പണം ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കാമല്ലോ. ആർക്കതിന് തടസ്സം? അത് കള്ളപ്പണത്തിൻ്റെ ആൾക്കാർ എവിടെയും കൊണ്ടുപോയി നിക്ഷേപിക്കാമല്ലോ. അങ്ങനെ നിക്ഷേപിച്ചവരെ കണ്ടെത്താനല്ലേ ഗവൺമെൻറ് നിൽക്കുന്നത്. കള്ളപ്പണക്കാരൊക്കെ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടാണോ രക്ഷപ്പെടാൻ പോകുന്നത്? കള്ളപ്പണം നിക്ഷേപിക്കാൻ വേറെ കള്ളപ്പണക്കാർക്ക് മാർഗങ്ങളില്ലേ? ആ മാർഗ്ഗമല്ലേ അവർ സ്വീകരിക്കുക? ഒന്നുമല്ല.
സഹകരണ മേഖല എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമായിട്ടുണ്ടായ ഒരു കാര്യമല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ സഹകരണ മേഖലയ്ക്ക് പ്രധാന പങ്കുണ്ട്. ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ സഹകരണ മേഖലയെയും പൊതുമേഖലയെയും ശക്തിപ്പെടുത്താനുള്ള നടപടികളായിരുന്നു സ്വീകരിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായി സഹകരണ മേഖലയ്ക്ക് പ്രത്യേകമായി നൽകിയ ഇളവുകളുണ്ടായിരുന്നു. പൊതുമേഖല തകർക്കാൻ നീക്കങ്ങൾ ആരംഭിച്ചതോടെ ആ നീക്കം സഹകരണ മേഖലയ്ക്ക് നേരെയും വന്നു. നിങ്ങളീ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ വന്നത് അതിനു ശേഷമാണ്. അത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർക്കുന്ന സമീപനം വരുന്നത് ആഗോളവൽക്കരണ നയത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ്. ആഗോളവൽക്കരണ നയം നടപ്പാക്കാൻ തുടങ്ങിയതോടുകൂടി നമ്മുടെ രാജ്യത്ത് വെച്ചിട്ടുള്ള കമ്മിറ്റികൾ പരിശോധിച്ചാൽ, കമ്മീഷനുകൾ പരിശോധിച്ചാൽ അതെല്ലാം സഹകരണ മേഖലയുടെ താല്പര്യത്തിന് വിരുദ്ധമായ ശുപാർശകളാണ് സമർപ്പിച്ചിട്ടുള്ളത്. അതിനു മുൻപ് സഹകരണ മേഖലയെ ശക്തിപ്പെടുത്താനുള്ള ശുപാർശകളായിരുന്നു സമർപ്പിച്ചിരുന്നത്. അപ്പോൾ സഹകരണ മേഖലക്കെതിരെയുള്ള ശുപാർശകൾ വന്നപ്പോൾ ആ ശുപാർശകൾക്കെതിരെ ശക്തമായ നിലപാട് സഹകരണ മേഖല മൊത്തം സ്വീകരിച്ചിട്ടുണ്ട്. അത് കേരളത്തിലെ സഹകരണ മേഖലയുടെ താല്പര്യം വെച്ചുകൊണ്ട് സ്വീകരിച്ച നിലപാടാണ്. ഇവിടെ ബാങ്കിൻ്റെ ഇടപാടുകൾ നടക്കുന്നത് ഓരോ ബാങ്കും തോന്നിയതുപോലെയല്ല. അതിന് കൃത്യമായ പരിശോധനാ സംവിധാനമുണ്ട്. റിസർവ് ബാങ്ക് രൂപം കൊണ്ടത് നമ്മുടെ രാജ്യത്തിലെ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഈ കേരളത്തിലെ നിയമസഭ പാസ്സാക്കിയ നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ രൂപം കൊണ്ടിട്ടുള്ളത്. അത് രണ്ടും രണ്ട് രീതിയിലാണ് പ്രവർത്തിച്ചു പോകുന്നത്. ഇത് മുഴുവൻ തങ്ങൾ കൈയടക്കണം എന്നൊരു തോന്നൽ ഒരു ഘട്ടത്തിൽ റിസർവ് ബാങ്കിന് വന്നപ്പോൾ അതല്ല ശരി എന്ന നിലപാട് സഹകരണ മേഖല സ്വീകരിച്ചിട്ടുണ്ട്. അത് സഹകരണ മേഖലയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഇപ്പോൾ ഈ ഒരു മറവിൽ സഹകരണ മേഖലയാകെ തകർക്കാനുള്ള നീക്കം നടത്തേണ്ടതായിട്ടില്ല. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവേൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. നേരത്തെ ഭരണഘടനാ ഭേദഗതിയും ബാങ്കിങ് നിയമ ഭേദഗതിയും ഒക്കെ വന്നത് ആദ്യം സ്വീകരിച്ച സമീപനത്തിൻ്റെ തുടർച്ചയായിട്ടാണ്. ആ ചരിത്രത്തിലേക്കൊന്നും ഇപ്പോൾ പോണ്ടാലോ, അതിലേക്ക് ഇപ്പം ഞാൻ പോകാതിരിക്കുന്നതാണ് ബോധപൂർവം. അപ്പോൾ അങ്ങനെയുള്ളൊരു ചരിത്രം ഇതിനുണ്ട്. ഈ സഹകരണ മേഖലയുടെ നേരെയുള്ള ഓരോ നടപടികളും ഉയർന്നു വന്നതും അതിനെ ചെറുത്തുകൊണ്ട് കേരളത്തിലെ സഹകരണ മേഖല ശക്തമായി നിന്നതും അതിലൊന്നും കക്ഷി വ്യത്യാസം ഉണ്ടായിട്ടില്ല. സഹകരണ മേഖല ഒന്നായിട്ട് തന്നെ നിന്നിട്ടുണ്ട്. എല്ലാ സഹകാരികളും നിന്നിട്ടുണ്ട്. അന്നുള്ള സഹകാരികളായ BJP-ക്കാരും ഇതിൻ്റെ കൂടെ തന്നെ നിന്നിട്ടുണ്ട്. സഹകരണ മേഖലയുടെ സംരക്ഷണത്തിന് വേണ്ടി നിന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഒരു സന്ദർഭം ഉപയോഗിച്ച് സഹകരണ മേഖലയെ തകർക്കാനുള്ളൊരു നീക്കത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് വ്യക്തമായ നിലപാട്. കുട്ടിക്കാലത്ത് ബാഹുലയൻ കൗപീനത്തിൽ മുള്ളിയിട്ടില്ലേ? ഉണ്ടേ. ഇപ്പൊ അണ്ടർവെയറിലും ആകാം. ഒന്നു മാത്രമല്ല, രണ്ടും. ഈ പറഞ്ഞതുകൊണ്ടൊന്നും മനസ്സിലായില്ലെങ്കിൽ ഇനി സഹകരണ സംവിധാനം എന്താണെന്ന് നിങ്ങൾ അറിയണം എന്നാണ് പിണറായി സഖാവ് പറയാൻ പോകുന്നത്. ഇത് കേൾക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസം ആരംഭിച്ച സഹകരണ ചൊറിച്ചിലിന് ഏകദേശം മറുപടിയുമാകുമെന്നാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് UDF സിംഹങ്ങളായ ഉമ്മനും കുഞ്ഞാലിയും പിണറായിയോട് വലിയ സഹകരണം കാണിച്ച് രംഗത്തെത്തിയത്. ഈ ഐക്യം കണ്ടിട്ട് കുമ്മനത്തിൻ്റെ കണ്ണിൽ നിന്ന് പൊന്നീച്ചയാണ് പറഞ്ഞത്. സഹകരണ മേഖലയെ തകർക്കാനുള്ള ഒരു ശ്രമത്തോടും UDF-ന് യോജിപ്പില്ല. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ. അപ്പം ഞങ്ങൾ മുൻപോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട സ്കീം ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുണ്ട്. UDF അത് നേരത്തെ ചർച്ച ചെയ്തു. സഹകരണ മേഖലയിലുള്ളവരുമായിട്ടും ആലോചന നടത്തിയ ശേഷം മുഖ്യമന്ത്രിക്കും ധനകാര്യമന്ത്രിക്കും നേരത്തെ കൊടുത്തിരുന്നു. അവരത് വിശദമായി പരിശോധിച്ച ശേഷം അംഗീകരിക്കാനായിട്ട് തീരുമാനിച്ചു. ജനങ്ങളുടെ പണം അവിടെ കിടക്കുകയാണല്ലോ, അവിടെ കിടക്കുക അല്ല. ഇതിപ്പോൾ മുൻ മുഖ്യമന്ത്രി ഇതുപോലുള്ള ഒരു ഓഫർ വെക്കാൻ, ഒരു സജഷൻ വെക്കാനുള്ള കാരണം എന്താ വെച്ചാൽ വേറെ എന്താ ചെയ്യുക ആലോചിച്ച് നോക്കെ. കല്യാണങ്ങൾ മുടങ്ങുന്നു, ഓപ്പറേഷനുകൾ മുടങ്ങുന്നു, ഹോസ്പിറ്റൽ നീഡ് മാറ്റിവെക്കുന്നു, ഹോട്ടലുകളിൽ കയറാൻ വയ്യ. നടന്നു നോക്കുക, നമ്മൾ കേരളം സ്തംഭിച്ചിരിക്കുകയാണ്. കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ പിടിച്ചു നിർത്തുന്നത് സഹകരണ മേഖലയാണ്. അവയെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇന്ന് BJP-യുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രചരണങ്ങളുണ്ട്. ആ പ്രചരണങ്ങളെ ഒറ്റക്കെട്ടായി എതിർക്കാൻ
ഞങ്ങൾ തയ്യാറാണ് എന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്തെ സഹകാരികൾ ചുവപ്പുടുത്തോ അല്ലാതെയോ കള്ളപ്പണം നിറയ്ക്കാനുള്ള കേന്ദ്രമായി സഹകരണ ബാങ്കുകളെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്നത് അന്വേഷിക്കേണ്ടത് തന്നെയാണ്. രാജ്യത്ത് മൊത്തം മോദി ശുദ്ധികലശം നടത്തുമ്പോൾ അതിൻ്റെ കൂടെ വലിയ ചെലവില്ലാതെ കാര്യങ്ങൾ അങ്ങോട്ട് നടക്കട്ടെ വെട്ടിപ്പായിട്ട്. അതിനപ്പുറം വലത്തുകാർ കൂടി ഇടത്ത് സഹകരണമായതോടെ കോൺഗ്രസ്സുകാർക്കും ലീഗുകാർക്കും സഹകരണ ബാങ്കുകളിൽ കള്ളപ്പണ നിക്ഷേപം ഉണ്ടെന്ന കണ്ടെത്തലുമായി ഇനി കെ സുരേന്ദ്രനായിരിക്കും രംഗത്തെത്തുക. അതോടെ BJP-കാരുടെ കടിയും മാറും, സഹകരണക്കാരുടെ നിറവും മനസ്സിലാവും. എന്തല്ലേ? ജേക്കബ് തോമസിന്റെ യാത്രാ വിവരണമുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ആരും പോകരുത്. എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ദിവസമാണ്. പിന്നെ ഒരു സ്കൂളുണ്ട്. ആ സ്കൂള് 1 തൊട്ട് 4 വരെ ഒരു ടീച്ചറേ ഉള്ളൂ.